സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഈ ടോക്കിന് നിവൃത്തിയില്ലാഞ്ഞിട്ട് വന്നു പോയതാ. വരാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിന്റെ ഒരു ടോക്കിന്റെ ചെറിയൊരു ഭാഗം കേൾക്കാനിടയായി. അതിനകത്ത് പിതാവ് പറഞ്ഞേക്കുന്ന ഒരു കുടുംബജീവിതത്തിനെ കുറിച്ച് ഭർത്താവ് ആദ്യ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, ഭാര്യ അത് മനസ്സിലാക്കുന്നില്ല, പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. അതിന്റെ താഴെയും വളരെ നെഗറ്റീവ് കമന്റ്സ് കുറെ പേരിട്ടേക്കുന്നു. അപ്പൊ ഇത് ആദ്യം കാണുകയല്ല, പലപ്പോഴും കണ്ടിട്ടുണ്ട്. സഭയിലുള്ള പുരോഹിതരോ കന്യാസ്ത്രീകളോ അല്ലെങ്കിൽ ബിഷപ്പുമാർ ആരെങ്കിലും എന്ത് നല്ല കാര്യം, എന്ത് നല്ലത്, അതിനകത്ത് നെഗറ്റീവായിട്ട് പറയാൻ ഒന്നുമില്ലാത്തൊരു കാര്യമാണെങ്കിലും എന്ത് കാര്യം പറഞ്ഞാലും അതിന്റെ താഴെ വളരെ മോശമായി, അതായത് സഭയിലെ നേരത്തെ എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ തെറ്റ് ചെയ്തെന്ന് ആരോപിക്കപ്പെട്ടവരുടെ പേരില് ഇവരെ കളിയാക്കുക, പരിഹസിക്കുക, വളരെ മോശമായി ചീത്ത പറയുക. ഇത് പക്ഷെ വേറൊരു ഹിന്ദു, ഒരു മുസ്ലിം, ഒരു കാര്യങ്ങൾക്ക് ഇത്രയും ആരും ധൈര്യത്തോടെ വന്ന് മോശം കമന്റുകൾ ഇടുന്നില്ല. ഈ കത്തോലിക്ക സഭയിലുള്ള പുരോഹിതർക്കും കന്യാസ്ത്രീകൾക്കും എതിരെയാണ് ഇത്രയും കമന്റുകൾ വരുന്നത്. കാരണം ഈ സഭയിലുള്ളവർ എന്തും പറയാം, ചോദിക്കാനും പറയാനും ആരുമില്ല. ഇവരെ ചോദിക്കാനും പറയാനും ആരുമില്ല. ധൈര്യത്തോടെ പറയാൻ, കാരണം അതിപ്പോ ഒരു ഹോബിയായി മാറിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അതിനകത്ത് കണ്ട കമന്റില് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടാ എന്നൊക്കെ കണ്ടു. നിങ്ങളുടെയൊക്കെ വീടുകളില് നിങ്ങളുടെയൊക്കെ അപ്പനെ അതായത് അങ്ങനെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ നിങ്ങൾ എടാ പോടാന്നൊക്കെയാണോ നിങ്ങൾ വിളിക്കുന്നത്? നിങ്ങളുടെ സുഹൃത്ത് വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ അപ്പനെ കയറി എന്താടാ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാടാ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഇതൊക്കെയാണോ നിങ്ങളുടെ ശീലങ്ങള്? ഞങ്ങളുടെ സഭയിലുള്ള പുരോഹിതരെയൊക്കെ ഞങ്ങൾ ബഹുമാനത്തോടാണ് കാണുന്നത്. ഞങ്ങൾ മറ്റു സഭകളിൽ കയറി, ഒരു ഹിന്ദു മുസ്ലിം ഒരു സഭകളിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ മറ്റ് സഭകളിലൊന്നും ഞങ്ങൾ കയറി എന്റെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഒരിടത്തും ഒരു സമുദായത്തെയോ ഒരു സഭയോ ഒരു മതത്തെയോ ഒന്നും അവഹേളിച്ച് നിങ്ങൾക്ക് ഒരിടത്തും കാണാൻ പറ്റില്ല. എനിക്ക് സുഹൃത്തുക്കളും ഹിന്ദുക്കളും മുസ്ലിംസും എല്ലാവരും ഉണ്ട് എനിക്ക്. പക്ഷെ തിരിച്ചും ഞങ്ങൾ അത് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ റെസ്പെക്ട് ചെയ്തില്ലേലും അപമാനിക്കാതിരിക്കുക. ഞങ്ങൾക്കത് പലപ്പോഴും അത് പോട്ടെ കണ്ടല്ലോ എന്നറിഞ്ഞ് ക്ഷമിച്ചു. പക്ഷെ അത് വീണ്ടും വീണ്ടും അത് കാണുമ്പോൾ ഞങ്ങൾക്കത് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രതികരിച്ചു പോകുന്നതാണ്. ഇനിയിപ്പോ ഇവരെ, അതായത് ഈ പുരോഹിതരെയോ കന്യാസ്ത്രീകളോ അവർ എവിടെയെങ്കിലും അവരുടെ ഒരു തിരുവസ്ത്രത്തിന്റെ ലോഹയുടെ എവിടെയെങ്കിലും ഒരു ഭാഗം കണ്ടാൽ മതി ഉടനെ ഈ ചീത്ത വിളിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്നവരോട് എനിക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഒരു അപ്പനോ അമ്മയോ ഒക്കെ ആയിരിക്കുമല്ലോ നിങ്ങള്, അല്ലേ? നിങ്ങളിപ്പോ ഒരു സമൂഹത്തിലെ കുറച്ച് പേർ ചെയ്ത കുറ്റത്തിനാണ് നിങ്ങൾ എല്ലാവരെയും നിങ്ങൾ കുറ്റപ്പെടുന്നതും കളിയാക്കുന്നതും. ഇപ്പൊ നിങ്ങളൊരു അപ്പനാണെങ്കിൽ നമ്മുടെ കേരളത്തില് സ്വന്തം മക്കളെ ബലാത്സംഗം ചെയ്ത പെൺമക്കളെ ബലാത്സംഗം ചെയ്ത അപ്പന്മാരുണ്ട്. അപ്പന്മാരെ പേടിച്ചു മക്കളെ ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തിയ അമ്മമാരുണ്ട്. അപ്പൊ അവരുടെ പേരും പറഞ്ഞ് നിങ്ങളെ ഞങ്ങൾ കുറ്റപ്പെടുത്തിയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പന്മാരെ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നേ. അതുപോലെ കാമുകന്റെ കൂടെ പോകാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ തലക്കടിച്ചു കൊന്ന അമ്മയുണ്ടല്ലോ, നമ്മുടെ പത്രത്തിലൊക്കെ വായിച്ചതല്ലേ നമ്മള്. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ അമ്മയാണ് ഓർമ്മ വരുന്നേ. അപ്പം എല്ലാ സമൂഹത്തിലും ഉണ്ടല്ലേ. പക്ഷെ നിങ്ങൾക്ക് പുരോഹിതരുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് പരിഹസിക്കാം. അപ്പൊ നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്യട്ടെ. ഇനിയും അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം മാത്രമല്ല, ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞു, എനിക്ക് ഇതുവരെ അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ പേരുകളിൽ കമന്റുകളിൽ പലരും എല്ലാ മതത്തിൽപ്പെട്ടവരും ഉള്ളതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. നിങ്ങളുടെ അവഹേളനം ഞങ്ങൾ എത്രത്തോളമാണ് ഞങ്ങൾ സഹിക്കുന്നത്. ഞങ്ങൾ കണ്ടു നിൽക്കാൻ പറ്റാത്ത ആരെങ്കിലും പ്രതികരിക്കണ്ടേ? അതുകൊണ്ട് പറഞ്ഞു പോകുന്നത്. അങ്ങനെ പ്രതികരിക്കുന്ന ഒരാൾ നിങ്ങൾ ക്രിസംഗികളാക്കി മാറ്റി നിർത്തിയേക്കുകയില്ല. അങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. കാരണം എന്റെ വീട്ടിലുള്ള ഒരാളെ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന എന്റെ സമൂഹത്തിലുള്ള ഒരാളെ കുറ്റപ്പെടുത്തി അവഹേളിക്കുമ്പോൾ അത് കണ്ട് നോക്കി എന്ന് ആസ്വദിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചു പോകുന്നത്. പക്ഷെ അതിന് പകരം ഞാൻ നിങ്ങളുടെ സമുദായത്തിലുള്ളവരെ ആരെയും അവഹേളിക്കാനൊന്നും വരുത്തുമില്ല. ഒരു തരത്തിലും പരിഹസിക്കുക, കളിയാക്കുകയൊന്നും ചെയ്യില്ല. ഇനിയൊന്ന് പറഞ്ഞോട്ടെ, ക്രിസ്ത്യാനികളോട് മാത്രമല്ല കത്തോലിക്ക സഭയിലുള്ളവരോട് ഞാനൊന്ന് പറയട്ടെ. അതായത് ഈ സഭയിൽ നിന്നുകൊണ്ട് തന്നെ, കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് തന്നെ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും കളിയാക്കിയിട്ട് കൂട്ടുകാരുടെ മറ്റു സമുദായത്തിലുള്ളവരുടെയും മറ്റു മതത്തിലുള്ളവരും കയ്യടി നേടി ഹീറോ ആവുന്നവരുണ്ട്. അതായത് സ്വന്തം സമുദായത്തിൽ തന്നെ ഉള്ളവരെ, അതായത് മലന്ന് കിടന്ന് മേലോട്ട് തുപ്പുക, എന്നിട്ട് അത് ഹീറോ അതായത് അവരെ കുറ്റം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ കൂടെ നിന്ന് കൈയടിച്ച് ഹീറോ ആവുന്നവര്, അവരോട് ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ഒരു കാര്യത്തിൽ കൂടി ഹീറോ ആകണം. നിങ്ങളിനൊരു തീരുമാനം എടുക്കണം. നിങ്ങൾ ഭവനത്തിൽ നിന്ന് ആരും ഇനി ദേവാലയത്തിൽ ഒരു പുരോഹിതന്റെ ഒരു കന്യാസ്ത്രീയുടെ ഒരു സേവനവും നിങ്ങൾ സ്വീകരിക്കത്തില്ലെന്ന് എന്നിട്ട് നിങ്ങൾ കുറ്റം പറ.
ഒരു സേവനവും മാമോദീസ മുതൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കുദാശകൾക്കും, ഒരു പ്രാർത്ഥനയ്ക്കോ, രോഗികളായിരിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്കോ ഒന്നിനും നിങ്ങൾ ഒരു വെഞ്ചരിക്കുന്നതിനോ നിങ്ങൾ ഒന്നിനും പുരോഹിതനെ നിങ്ങൾ വിളിക്കരുത്. നിങ്ങളുടെ വിവാഹത്തിന് കാർമ്മികം വഹിക്കാൻ നിങ്ങൾ അവരെ വിളിക്കരുത്. നിങ്ങൾ അതുപോലെ നിങ്ങളുടെ മരണസമയത്ത് പോലും നിങ്ങളെ പള്ളി സെമിത്തേരി പോലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ എഴുതി കൊടുക്കുക. നിങ്ങൾ അത്ര കുറ്റം പറയുന്നവരാണ്, നിങ്ങൾക്കൊന്നും ആവശ്യമില്ലെങ്കിൽ, അവരെ പരിഹസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതിനോട് ധൈര്യം കാണിക്കുക. നിങ്ങൾ എഴുതി കൊടുക്കുക. നിങ്ങൾ എവിടെയെങ്കിലും പറമ്പിലെ വല്ല നിങ്ങളെ കത്തിച്ച് കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ കുഴിച്ചിട്ടാൽ മതി എന്ന് നിങ്ങൾ പറ. പള്ളി സെമിത്തേരിൽ വേണ്ട, നിങ്ങൾക്ക് ഒരു ശുശ്രൂഷയും വേണ്ട, ഒരു പ്രാർത്ഥനയും വേണ്ട. അങ്ങനെ നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ കന്യാസ്ത്രീകളോ പുരോഹിതരോ നടത്തുന്ന ഒരു ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ പോകത്തില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെയൊന്നും പഠിക്കത്തില്ല. വൃദ്ധമന്ദിരങ്ങളിൽ ഞങ്ങൾ പ്രായമായപ്പോൾ ഞങ്ങളെ വഴിയരികിൽ കടത്തിയാൽ പോലും ഞങ്ങൾ അവിടെ കൊണ്ട് വിടരുത്. അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് പറയാനുള്ള ധൈര്യം കൂടെ കാണിക്കുക. ഇത് ജീവിതകാലം മുഴുവൻ അവരുടെ സേവനങ്ങൾ പലതരത്തിലും നിങ്ങൾ നേടിയിട്ട് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് ജീവിച്ചിട്ട് അതിനിടയ്ക്ക് നിങ്ങൾ കൂടെ നിന്ന് അവരെ കുറ്റം പറയും, പരിഹസിക്കുകയും കയ്യടി നേടുകയൊക്കെ ചെയ്യുന്നു. എന്തൊരു മോശമായ ചിന്താഗതിയാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ എല്ലാ മതക്കാരും ഒരുമിച്ച് പരസ്പരം റെസ്പെക്ട് ചെയ്ത് എന്ത് രസത്തിലൊക്കെ വളർന്നു വന്നത്. പക്ഷെ ഇപ്പം വാശിക്കാണ് ഒരു മത്സരിച്ച്, എസ്പെഷ്യലി കത്തോലിക്ക സഭയിലെ പുരോഹിതരും കന്യാസ്ത്രീകളെ നിങ്ങൾക്ക് പറയുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് എന്തൊരു ഒരു മെസ്സേജ് നോക്കിയാൽ അതിന്റെ താഴോട്ട് നോക്കിയാൽ മെസ്സേജ് നല്ലൊരു മെസ്സേജ് ആയിരിക്കും, അത് കുറ്റപ്പെടുത്താൻ ഒന്നുമില്ല. പക്ഷേ എപ്പോഴോ കുറ്റം ചെയ്തവരുടെ പേരില് ഈ പുരോഹിതരെയൊക്കെ അടച്ചാക്ഷേപിക്കുക, പരിഹസിക്കുക, കളിയാക്കുക. ഇത് എത്ര നാളും ഞങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു നിൽക്കും. അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ചു പോകുന്നതാണ്. ഇനിയെങ്കിലും കുറച്ചെങ്കിലും മനസാക്ഷി മുഴുവനായിട്ട് നിങ്ങളുടെ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരെ കാണുമ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്തോ, നിങ്ങൾ വിമർശിച്ചോ, അവിടെ നിങ്ങൾ കുറ്റപ്പെടുത്തോ ഒക്കെ നിങ്ങൾക്ക് തെറ്റ് ചെയ്തവരെ നമ്മൾ ചോദ്യം ചെയ്യണം. പക്ഷേ അല്ലാത്തവര്, നീതിമാന്മാരായവര്, നമുക്കവർ തെറ്റ് ചെയ്തെന്ന് ഉറപ്പില്ലെങ്കിൽ എന്തിനാണ് അവരെ മറ്റുള്ളവരുടെ പേരിൽ പരിഹസിക്കുന്നത്? അങ്ങനെ ചെയ്താൽ തീർച്ചയായും നിങ്ങളെന്നുള്ള അപ്പനോട്, നിങ്ങളെന്നുള്ള അമ്മയോടും ഒക്കെ ഞങ്ങൾ ചോദിക്കും. ഇന്ന അമ്മമാരില്ല ഇങ്ങനെ മോശമായി നടക്കുന്നവരെ, ഭർത്താവിനെയും കളഞ്ഞിട്ട് നടക്കുന്ന കാമുകന്റെ കൂടെ നടക്കുന്നവരില്ലേ, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കും പല കാര്യങ്ങൾ. നിങ്ങളും ആ കൂട്ടത്തിൽ പെട്ടവരല്ലേ എന്ന് ആ സമൂഹത്തിന്റെ, ആ നിങ്ങളുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവർ കാണിക്കുന്നത് നിങ്ങളും കാണിക്കില്ലെന്ന് ഞങ്ങളും ചോദിക്കും. എത്രത്തോളം മിണ്ടാതിരിക്കും? അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു പോയതാണ്. ശരി, ഇനിയെങ്കിലും നിങ്ങൾക്ക് അല്പം തലയിൽ വെളിച്ചം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്ലസ്സി ലാൽസൺ.